الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പുലർത്തി പാലിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മയും തിന്മയും സമമാവുകയില്ലെന്നും നിങ്ങൾ തിന്മയെ നന്മ കൊണ്ട് നേരിടണമെന്നും എങ്കിൽ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്നവൻ നിങ്ങളുടെ ഉറ്റമിത്രമാകും എന്ന മഹത്തായ സന്ദേശം പഠിപ്പിച്ചതിന് ശേഷം വലിയ ഒരു ചോദ്യം, വലിയ ഒരു ആഹ്വാനം, ചിന്തനീയമായ ഒരു കാര്യം, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅാ ഇലല്ലാഹ്, അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നല്ല വാക്കു പറഞ്ഞവൻ ആരാണുള്ളത്? വഅമില സ്വാലിഹൻ, അവൻ സൽപ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു. വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ, ഞാൻ റബ്ബിന് കീഴൊതുങ്ങിയവരിൽ അഥവാ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു എന്നവൻ പ്രഖ്യാപിക്കുകയും അഥവാ പറയുകയും ചെയ്തു. ഈ ആയത്ത് നമ്മെ ഏറെ ചിന്തിപ്പിക്കേണ്ടതും പ്രാവർത്തിക ജീവിതത്തിൽ കുറെ സന്ദേശങ്ങൾ നമുക്ക് നൽകുന്നതുമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ക്ഷണിക്കുന്നതിനേക്കാൾ നമ്മുടെ മുമ്പിൽ കാണുന്ന സകല മനുഷ്യർക്കും നമുക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ക്ഷണം നുസുലൻ മിൻ ഗഫൂരിർ റഹീം, പാപങ്ങൾ പൊറുക്കുന്നവനും കരുണാനിധിയുമായ റബ്ബിന്റെ വിരുന്ന് എന്ന് പറഞ്ഞതാണ് യഥാർത്ഥ ജീവിതം, അഥവാ സ്വർഗീയമായ ജീവിതം. ടെൻഷനുകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, ആത്മഹത്യാ ചിന്തകളില്ലാത്ത, അല്ലലും അലട്ടലും പരിഹാസവും കുത്തിപ്പറയലും കളവും ചതിയും വഞ്ചനയും ഇല്ലാത്ത റബ്ബിന്റെ വിരുന്ന്, ആ വിരുന്നിലേക്കുള്ള ക്ഷണക്കത്ത് നമുക്കിഷ്ടപ്പെട്ട എല്ലാവർക്കും നൽകുക എന്നത്, അത് സ്വന്തം കുടുംബത്തിൽ നിന്ന് ആരംഭിച്ച് മുഴുവൻ ജനങ്ങൾക്കും എത്തിക്കുക. അതോടൊപ്പം സൽപ്രവർത്തനങ്ങൾ നടത്തുകയും ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാകുന്നു, ഞാൻ റബ്ബിന് കീഴൊതുങ്ങി ജീവിക്കുന്നവരിൽ പെട്ടവനാകുന്നു എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുക എന്നതാണ്. കാരണം ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ്. പലപ്പോഴും പിശാച് മനുഷ്യനെ തോന്നിപ്പിക്കുക, എല്ലാം ശരിയല്ലേ, എല്ലാം ഒന്നിലേക്കല്ലേ, ഏത് മതമായാൽ എന്താ എന്നൊക്കെയാണ് പിശാച് തോന്നിപ്പിക്കുക. ഏത് വിശ്വസിക്കാനും ഏതിൽ ജീവിക്കാനും ഏത് സ്വീകരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്, അതിൽ സംശയമില്ല. അതോടൊപ്പം ഒരാളെയും ബലാത്കാരമായി മതത്തിലേക്ക് കൊണ്ടുവരാനും പാടില്ല. എന്നാൽ റബ്ബിങ്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണ് എന്ന് വിശ്വസിക്കാനും അത് പ്രചരിപ്പിക്കാനും അത് പ്രഖ്യാപിക്കുവാനും ഒരു സത്യവിശ്വാസിക്ക് യാതൊരു തടസ്സവും ഉണ്ടാകുവാൻ പാടില്ല. ഇതെന്റെ ഭാര്യയാകുന്നു എന്ന് പറയുന്നതിന് ആർക്കെങ്കിലും മടിയുണ്ടാകുമോ? അതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി വലിയ സത്യമാണ് ഇതെന്റെ മതമാണ്, ഇതാണ് ശരി, ഇത് മാത്രമാണ് ശരി എന്ന് പറയുന്നതിന് എന്താണ് പ്രശ്നം? അത് ഇഖ്ലാസാണ്, അത് ഈമാനാണ്, അതിൽ യാതൊരു പ്രശ്നവുമില്ല. മറ്റൊരാളുടേത് തകർക്കണം എന്ന് പറയലാണ് പ്രശ്നം. എൻ്റേത് മാത്രമാണ് ശരി എന്ന് പറയൽ പ്രശ്നമല്ല.
മറ്റവന്റേത് ഇവിടെ നിലനിൽക്കാൻ പാടില്ല, അനുവദിക്കില്ല എന്ന് പറയലാണ് തീവ്രത. അതിന്റെ ആവശ്യമില്ലല്ലോ. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മദീനയുടെ സമ്പൂർണ്ണ ഭരണം കിട്ടി. ആ സമ്പൂർണ്ണ ഭരണം കിട്ടിയപ്പോഴും ജൂതന്മാർക്ക് അവരുടെ ആരാധനാലയത്തിൽ പോയി ആരാധനാകർമ്മങ്ങൾ നിർവഹിക്കാം. നിങ്ങളെല്ലാവരും മുസ്ലിമായേ പറ്റൂ, പ്രവാചകൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും സന്ദേശം എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അവർ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവരുടെ വിശ്വാസമനുസരിച്ച് ആരാധനാലയത്തിൽ പോയി ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇസ്ലാമാണ് ശരി എന്നൊരാൾക്ക് വിശ്വസിക്കാം. അത് മാത്രമാണ് ശരി, അത് മാത്രമാണ് സ്വർഗത്തിൽ പോകുന്ന മാർഗം എന്നത് ആത്മാർത്ഥതയാണ്. പക്ഷെ ഇബ്ലീസ് തോന്നിപ്പിക്കുക, അങ്ങനെ പറഞ്ഞാൽ മോശമല്ലേ, അങ്ങനെ പറയലാണ് ശരി, അങ്ങനെ പറയാതിരിക്കലാണ് മോശം. കാരണം അല്ലാഹുവിങ്കൽ സ്വീകാര്യമായ മതം അത് ഇസ്ലാം മാത്രമാണ്. വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ ഫലൻ യുഖ്ബല മിൻഹു വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആൽ ഇംറാനിലൂടെ നമുക്ക് പഠിപ്പിക്കുകയാണ്, വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, ആരെങ്കിലും ഇസ്ലാം അല്ലാത്തതിനെ ദീനായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഫലം യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് അത് സ്വീകാര്യമല്ല. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, പരലോകത്തെത്തി കഴിഞ്ഞാൽ അവൻ നഷ്ടക്കാരുടെ കൂട്ടത്തിലായിരിക്കും. അപ്പോൾ സ്വീകാര്യമായ ഇസ്ലാമിനെ മാത്രമേ മതമായി ഒരാൾക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ. ആ മതമാകട്ടെ സമ്പൂർണമായി കഴിഞ്ഞു. ഇനി ആ മതവുമായി ബന്ധപ്പെട്ടൊരു പ്രവർത്തനവും നമുക്കില്ല. കൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന ദിവസം നിങ്ങളുടെ മതത്തെ നാം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു, എന്റെ അനുഗ്രഹത്തെ നാം നിങ്ങൾക്ക് സമ്പൂർണമാക്കി തന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ നാം നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. അപ്പോൾ ഇസ്ലാം പൂർണ്ണമായി, ഒന്നും അതിലേക്ക് ചേർക്കാനോ ഒന്നും അതിൽ നിന്ന് എടുത്തു മാറ്റാനോ ഇല്ല. അപ്പോൾ ഇസ്ലാം ഉണ്ടാക്കാൻ നാം ഇവിടെ പ്രവർത്തിക്കേണ്ടതില്ല. ഇസ്ലാം ഇവിടെയുണ്ട്. ആ ഇസ്ലാമിനെ സ്വന്തം ജീവിതത്തിൽ പകർത്താനും ആ ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കാനും മറ്റുള്ളവരെ ആ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുക എന്നൊരു പ്രവർത്തനമാണ് കാലാകാലങ്ങളിൽ വിശ്വാസികൾ ലോകത്ത് നിർവഹിച്ചുകൊണ്ടേ ഇരിക്കേണ്ടത്. എന്നാൽ ആ മതത്തിൽ നമുക്ക് ചില ബാധ്യതകൾ വരും. മതത്തിലില്ലാത്തൊരു കാര്യം മതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്പൂർണമാക്കി നമ്മളെ ഏൽപ്പിച്ച ആ മതത്തിലേക്ക് ആരെങ്കിലും ഒരു പുതിയത് കടന്നിക്കൊണ്ടോ, ഞാൻ അതിനൊന്നും ഇടപെടാനില്ല, വെറുതെ പ്രശ്നമുണ്ടാക്കുന്നത് എന്താ എന്ന് പറഞ്ഞാൽ, നമ്മുടെ വീട്ടിലേക്ക് മറ്റൊരാൾ വരുമ്പോൾ അത് പ്രശ്നമല്ല, ആരെങ്കിലും എവിടെയെങ്കിലും കിടന്നോട്ടെ, ഏതെങ്കിലും റൂമിൽ കയറി കിടന്നോട്ടെ, അതെനിക്ക് പ്രശ്നമല്ല എന്ന് പറയുന്നതിനേക്കാൾ കോടിക്കണക്കിന് ഇരട്ടി ഗൗരവമുള്ള വിഷയമല്ലേ. ഒരു പ്രവാചകൻ ഇനി വരാനില്ല, ഒരു വേദഗ്രന്ഥവും ഇനി വരാനില്ല. ഹജ്ജത്തുൽ വിദായിൽ വെച്ച് അവിടെയുള്ള വിശ്വാസികളെ റസൂൽ ഏൽപ്പിച്ചു, ഇത് അപൂർണമായ മതം ഇതാ. അതിന്റെ തുടർച്ച ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുന്നു. ഖിയാമത്ത് നാൾ വരെ യഥാർത്ഥ മതം ഇവിടെ ഉണ്ടാകും. നമ്മൾ ആരുടെയും സേവ അതിനാവശ്യമില്ല. നമുക്കതിനെ സേവിക്കാം. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് ഇസ്ലാമാകാം. നമുക്ക് പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ അള്ളാഹുവിന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ ഇവിടെ ഉണ്ടാകും. ആ മതത്തിലേക്ക് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നമ്മുടെ ഈ കാര്യത്തിൽ അഥവാ ദീനിൽ ആരെങ്കിലും പുതിയത് കൊണ്ടുവന്നാൽ ഫഹുവ റദ്ദുൻ, അത് റദ്ദാക്കപ്പെടേണ്ടതാണ്, അത് തള്ളപ്പെടേണ്ടതാണ്. ചില മുഹദ്ദിസീങ്ങൾ അവനെ തള്ളേണ്ടതാകുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദീനിലേക്കൊരു പുതിയ കാര്യം ഒരാൾ കൊണ്ടുവരിക, അങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കവിടെ ഒരു ബാധ്യതയുണ്ട്. എന്താണ് ആ ബാധ്യത? ഇത് മതത്തിലില്ലാത്തതാണ്. ഒരാൾ പറയുകയാണ്, എല്ലാവരും നമസ്കരിച്ചതിന് ശേഷം അങ്ങ് പെട്ടെന്ന് പോകാൻ പാടില്ല, എല്ലാവരും ഒരു 15 സ്വലാത്ത് ചെല്ലണം, 15 സ്വലാത്ത് ചൊല്ലിയിട്ടേ എല്ലാവരും പോകാൻ പാടുള്ളൂ. രണ്ടഭിപ്രായം അവിടെ വരും. ഓ, നല്ലൊരാൾ കേട്ടോ, 15 സ്വലാത്ത് ചെല്ലാനല്ലേ പറഞ്ഞത്, വലിയൊരു അമല്, ആൾക്ക് പഠിച്ചോ ബർക്കത്ത് കൊടുക്കട്ടെ എന്ന് പറയാനുണ്ട്. വേറെ ആൾക്കാർ ഈ 15 സ്വലാത്ത് ചെല്ലാൻ ഇതുവരെ നമ്മളാരും കേട്ടിട്ടുണ്ടല്ലോ, ഉണ്ടോ? ചർച്ചയാകും അല്ലേ? അപ്പൊ നമസ്കാരത്തിന് ശേഷം എന്ത് ചൊല്ലണം എന്ന കാര്യത്തിൽ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഒരു പോയിന്റ് പോലും ബാക്കി വെക്കാതെ പഠിപ്പിച്ചു പോയി. അവിടെ നിൽക്കുക എന്നതാണ് ദീൻ. സ്വലാത്ത് 15ഓ 20ഓ 30ഓ 1 കോടിയോ ചൊല്ലിക്കോട്ടോ, ഇഷ്ടംപോലെ സ്വലാത്ത് ചെല്ലാൻ ഓരോരുത്തർക്കും സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ ഒരു പ്രത്യേക സമയം നിശ്ചയിച്ച്
അവിടെ ഇന്ന കാര്യം ഇന്ന തരത്തിൽ ഇന്ന എണ്ണം ചെല്ലണം എന്ന് പറയേണ്ട ആൾ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് വിട പറഞ്ഞു. ഇനി അവിടേക്ക് അത് വരിക എന്ന് പറഞ്ഞാൽ ഇമാം മാലിക് റഹ്മഹുല്ലാ അവിടുത്തെ പ്രവർത്തന കേന്ദ്രം തന്നെ മദീനയായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതേ പ്രവർത്തന കേന്ദ്രം. അവിടുന്ന് പറഞ്ഞു, ദീനിൽ ഒരാൾ പുതിയൊരാചാരം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ വഞ്ചന കാണിച്ചിരിക്കും. ഇതൊന്നും പഠിപ്പിക്കാതെ റസൂൽ അങ്ങ് പോയി, നമുക്കൊന്നുകൂടി ഉഷാറാക്കാം എന്ന് പറഞ്ഞിട്ട് പുതിയ കാര്യങ്ങൾ കൊണ്ടുവരിക അതൊരിക്കലും പാടില്ലാത്തതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞ ആ വാചകം നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന്, മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ഈ കാര്യത്തിൽ ആരെങ്കിലും പുതുനിർമ്മിതി ഉണ്ടാക്കിയാൽ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ, ദീനിൽ ഇല്ലാത്തൊരു കാര്യം കൊണ്ടുവന്നാൽ ആ കാര്യം റദ്ദ് ചെയ്യപ്പെടേണ്ടതാകുന്നു. അത് നമുക്ക് ദീനിലുള്ള വലിയ ബാധ്യതയാണ്. ഒരു കാര്യം പോലും ദീനിലേക്ക് പുതുതായി കൊണ്ടുവരാൻ എനിക്കും നിങ്ങൾക്കും പാടില്ല. കാരണം അത് പൂർണ്ണമായും വ്യക്തമായും പഠിപ്പിക്കപ്പെട്ട കാര്യമാണ്. നമസ്കാരത്തിന് ശേഷം എന്ന ഉദാഹരണം പറഞ്ഞതുകൊണ്ട് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്തപ്പോൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് സലാം വീട്ടിയാൽ തിരിഞ്ഞിരിക്കും. പിന്നിൽ സ്ത്രീകൾ ഉണ്ടാകും. ഇന്നത്തെ പോലെ സ്ത്രീകൾക്ക് പ്രത്യേക മതിലൊന്നുമില്ല. മുമ്പിൽ പുരുഷന്മാർ, അതിന് തൊട്ടു പിന്നിൽ കുട്ടികൾ, അതിന്റെ പിന്നിൽ സ്ത്രീകൾ. അതായിരുന്നു അവിടുത്തെ ക്രമം. അപ്പൊ ഇരുന്നാൽ സ്ത്രീകൾ അവിടുന്ന് എഴുന്നേറ്റ് പോയി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ഥാനത്ത് എഴുന്നേൽക്കും. എന്നിട്ട് നേരെ അങ്ങാടിയിലേക്ക് ഇറങ്ങില്ല, മറ്റൊരു സ്ഥലത്ത് പോയിരിക്കും. മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞു, അവിടുന്ന് റസൂലുള്ള എഴുന്നേൽക്കുമെന്ന് പറഞ്ഞാൽ, ഇമാം എഴുന്നേൽക്കണമെന്ന് പറഞ്ഞാൽ ഇമാമിന് ദിക്റും ദുആയും ഇല്ല എന്ന് കരുതരുത്. എവിടേക്കാണോ ഇമാം മാറി ഇരിക്കുന്നത് അവിടെ വെച്ച് അൽ അഫ്ദൽ, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അതാണ് ഏറ്റവും അഫ്ദൽ, മാറിയിരിക്കൽ. അല്ലെങ്കിൽ തിരിഞ്ഞിരിക്കുക, ദിക്റുകളും ദുആകളും നിർവഹിക്കുക. ബാക്കിയുള്ളവരുടെ പണി എന്താ? ബാക്കിയുള്ളവരുടെ പണി അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം ചെല്ലലാണ്, അല്ലാഹുമ്മ അൻതസ്സലാം വബിക്കസ്സലാം ചെല്ലലാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ 33 പ്രാവശ്യം ചെല്ലലാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് പൂർത്തിയാക്കലാണ്, ആയത്തുൽ കുർസി ഓതലാണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഇഖ്ലാസും ഫലഖുൻ നാസും അതെല്ലാം പ്രാർത്ഥനയാണ്. ഫലഖുൻ നാസൊക്കെ പ്രാർത്ഥനയാണ്. അതാണ് ഇമാം അടക്കം എല്ലാവരും ചെയ്യേണ്ട പണി. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചൊരു ദുആ നിർവഹിക്കുന്നു, ബാക്കി എല്ലാവരും ആമീൻ നിർവഹിക്കുന്നു എങ്കിൽ തീർച്ചയായും നമ്മളെല്ലാം അങ്ങനെ തന്നെ ചെയ്യണം. എന്നാൽ ഇതിനെപ്പറ്റി വിവരമുള്ളവരോട് ചോദിച്ചാൽ അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്തൊന്നും ഇല്ല. പഠിക്കാത്ത ആളുകൾ പഠിക്കാൻ വേണ്ടി റസൂലുൽ പുരുഷ സുബ്ഹാനല്ലാഹ് അവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം തൊട്ട് മുമ്പ് അവരെ പഠിപ്പിച്ചിട്ടേ ഉള്ളൂ, അത് ഓർമ്മപ്പെടുത്താൻ വേണ്ടി. അതിനപ്പുറത്ത് റസൂലുള്ളാഹി ഇങ്ങനെ നിർവഹിക്കും. നല്ല കാര്യമല്ലേ, നല്ല കാര്യമല്ലേ എന്ന് ഞാനും നിങ്ങളും അല്ല തീരുമാനിക്കേണ്ടത്. നല്ലത് തീരുമാനിക്കേണ്ടത് നല്ലതിന് പ്രതിഫലം കൊടുക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയാണ്. അപ്പോൾ നമസ്കാരത്തിന് ശേഷം ദിക്റുണ്ട്, ദുആയുണ്ട്, എല്ലാവരും അത് നിർവഹിക്കണം എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, നമുക്കറിയാം പലപ്പോഴും ഈ ബിദ്അത്ത് കടന്നു വരുമ്പോൾ ചിലരെങ്കിലും മനസ്സുകൊണ്ട് വിഷമിക്കും. കാരണം പല സ്ഥലത്തും മൈക്ക് വെച്ചാണ് ദുആ നിർവഹിക്കാറുള്ളത്. അപ്പോഴായിരിക്കും പുറത്തൊരാൾ ഫർള് നിസ്കാരം പൂർത്തിയാക്കുന്നത്. അയാളുടെ ഫാത്തിഹ ശരിയാകുന്നില്ല, റുക്കൂശ ഒന്നും റെഡിയാകുന്നില്ല. ഇത് തീരില്ലാത്തൊരു കാര്യം മറ്റൊരു പള്ളിയിലേക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്ത് മഹാ അപകടമാണ്. ബിദ്അത്തിന്റെ പ്രത്യേകത, ഇബ്ലീസിന് വളരെ ഇഷ്ടമാണ് ആ തിന്മ. കാരണം എന്താ? ചെയ്യുന്നവൻ വിചാരിക്കുന്ന സ്വർഗം കിട്ടുന്നതാണ്. കള്ളു കുടിക്കുന്ന ആള് മനസ്സിലാക്കും ഇത് തെറ്റാണ്, വ്യഭിചരിക്കുന്ന ആൾ ഇത് തെറ്റാണ്. എന്നാൽ ബിദ്അത്തിന്റെ പ്രശ്നം എന്താ? നല്ലതല്ലേ, സ്വർഗത്ത് പോകണ്ടേ എന്ന് വിചാരിച്ചാണ് ചെയ്യുക. എന്നാൽ പരലോകത്ത് എത്തുമ്പോഴാ മനസ്സിലാവുക ഇത് അതിർത്തിക്കുള്ളിലുള്ളതല്ല, അതിർത്തിക്ക് പുറത്തുള്ളതാണ്. ഒരു മരം അത് നല്ലതാണ്, ഒരു പ്ലാവ്, ഒരു മാവ്, അതിന്റെ ഇല നല്ലതാണ്, നമുക്ക് വളമായി ഉപയോഗിക്കാം. പച്ചയാണെങ്കിൽ അത് താൽക്കാലികർക്ക് കൊടുക്കാം, അത് നമുക്ക് മാമ്പഴം കിട്ടും, അല്ലെങ്കിൽ ചക്ക കിട്ടും. അതിന്റെ മരം, അതിന്റെ വേര് എല്ലാം നല്ലതാണ്. പക്ഷേ ആ മരം കിടക്കുന്നത് തൊട്ടടുത്ത പറമ്പിലാണെങ്കിലോ നമുക്കത് പറ്റില്ല. ദിക്ർ നല്ലതാ, സ്വലാത്ത് നല്ലതാ, നോമ്പ് നല്ലതാ, പക്ഷെ വേരുണ്ടോ? അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ട കാര്യമാണോ? അല്ലെങ്കിൽ നമുക്ക് പറ്റില്ല. അതാണ് ഹൗദുൽ കൗസർ ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കോരി കൊടുക്കുമ്പോ ചിലരോട് പറയപ്പെടും സുഹ്കൻ സുഹ്കൻ സുഹ്കാ, ദൂരെ ദൂരെ ദൂരെ. ഹബീബായ റസൂൽ ചോദിക്കുന്നു, അവരെന്റെ ഉമ്മത്തല്ലേ? മറുപടി ഉമ്മത്ത് തന്നെ. പക്ഷേ അങ്ങേക്ക് ശേഷം എന്തൊക്കെയാണ് അവർ ദീനിൽ പുതുതായി ചേർത്തെന്ന് അങ്ങേക്കറിയില്ല. കുറെ കാര്യമുണ്ട്, ഒന്ന് റസൂലുള്ളാഹിക്ക് വഴി പറയില്ല. ഇപ്പൊ ഈ ലോകത്ത് എന്താ നടക്കുന്നത് അത് നോക്കുന്ന പണിയല്ല ഹബീബിന്. 23 കൊല്ലക്കാലം ദീനിന് വേണ്ടി പണിയെടുത്തതിന് രാവിലെയും വൈകുന്നേരവും സ്വർഗത്തിന്റെ ആ സ്വർഗം കാണുന്ന പണിയാ റസൂലുള്ളാഹിക്ക്.
മണവാളനെ പോലെ ഉറങ്ങുന്ന പണിയാണ് റസൂലുള്ളാഹിക്ക്. ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയാണുള്ളത്. അതുകൊണ്ട് ആ റസൂലുള്ളയോട് മലക്കുകൾ പറയും, അങ്ങേക്കറിയില്ല എന്തൊക്കെയാണ് ദീനിൽ കൂട്ടിച്ചേർത്തത് എന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതാണ് ബിദ്അഈ ആശയം എന്ന് പറയുന്നത്. പുത്തൻ വാദം നമ്മൾ ഏറ്റവും സൂക്ഷിക്കേണ്ടതാണ്. പുത്തൻ വാദങ്ങളിൽ ഒരു കാരണവശാലും നമ്മൾ പെട്ടുപോകാൻ പാടില്ല. എല്ലാ ഖുതുബകളും നമ്മൾ കേൾക്കുന്നു, കുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാണ്, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ, എല്ലാ വഴികേടും നരകത്തിലേക്കാണ്. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുണ്യം കിട്ടുമെന്ന ഉദ്ദേശ്യത്തോടുകൂടി ദീനിൽ പുതിയ ആചാരം ഉണ്ടാക്കുക. ഒരിക്കലും അതിൽ നമ്മൾ പങ്കാളികളാകരുത്. നമ്മൾ പഠിക്കണം, സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക, പുത്തൻ വാദങ്ങളെ നാം ഉപേക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ അംഗമാകുന്നതിൽ അഭിമാനം കൊള്ളുന്ന വിശ്വാസിനികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിച്ച് പുത്തൻ വാദങ്ങളിൽ നിന്ന് മാറി നിന്ന് ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവനാകണമെങ്കിൽ, പരലോകത്തവന് സ്വർഗം കിട്ടുന്നുവെങ്കിൽ പ്രത്യക്ഷമായ ചില ഉദാഹരണങ്ങൾ, ചില മാതൃകകൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ കാണാം, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാറഹു. ആരെങ്കിലും അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അയൽവാസിയെ ഉപദ്രവിക്കരുത്. അയൽവാസിക്ക് നമ്മളെ കൊണ്ടൊരു വിഷമമുണ്ടോ എങ്കിൽ നമ്മളുടെ ഈമാനിൽ പ്രശ്നമുണ്ട്. അല്ലാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ, പരലോകവുമായി ബന്ധപ്പെട്ട നമ്മുടെ വിശ്വാസത്തിൽ പ്രശ്നമുണ്ട്. ആ വേസ്റ്റ് വെള്ളം കൊണ്ട് കുടുങ്ങി എന്ന് നമ്മുടെ വേസ്റ്റ് വെള്ളം അതൊരിക്കലും അയൽവാസിക്ക് ബുദ്ധിമുട്ടാകരുത്. ഇനി അയൽവാസി ഈമാനും തത്വയും ഒന്നും ഇല്ലാത്ത വ്യക്തിയാണെന്ന് കരുതുക, പക്ഷേ നമ്മുടെ സമീപനം കൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് ശരിയല്ല എന്ന് അവൻ ചിന്തിച്ചു പോകുന്ന തരത്തിലായിരിക്കണം ഒരു വിശ്വാസിയുടെ പെരുമാറ്റം. അതുകൊണ്ട് പരീക്ഷയാണ് എനിക്കും നിങ്ങൾക്കുമുള്ള പരീക്ഷ. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാറഹു. അയൽവാസിക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല. വീണ്ടും ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ലൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അവന്റെ പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ അതിഥിയെ ആദരിക്കട്ടെ. ഒരു ഉച്ചക്കൊരാൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വന്നാൽ നമുക്കങ്ങനെ ഫോർമാലിറ്റി ഒന്നുമില്ല, ഫോർമാലിറ്റി വേണ്ട, പക്ഷേ ഒരു പപ്പടമെങ്കിലും അധികം, എന്തെങ്കിലും ഒന്ന് ആ വന്നിരിക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞണമെന്നില്ല, പക്ഷേ അയാൾക്ക് മനസ്സിലാകണം ഞാനിവിടെ വന്നതിന്റെ പേരിൽ ഈ വ്യക്തി ഒരു പ്രത്യേകത കാണിക്കുന്നുണ്ട്. അതാണ്. അല്ലാതെ ആകെ ബേജാറായി എന്താ ഇപ്പൊ ചെയ്യാനൊന്നുമില്ല, സ്വാഭാവികമായി നമ്മുടെ വീട്ടിലുള്ളത് കൊടുത്താൽ മതി. പക്ഷേ ആ അതിഥിയെ നമ്മൾ ആദരിക്കണം. ആ ആദരവ് അള്ളാഹു നമ്മളെ സ്വീകരിക്കുന്നതിന്റെ അടയാളമാണ്. പെട്ടെന്ന് മോനെ അപ്പുറത്തോട് പറഞ്ഞയച്ചിട്ട് 2 സാധനങ്ങൾ വാങ്ങി, പെട്ടെന്ന് 2 ഫ്രൂട്ട്സ് അവിടെ വെച്ച് കൊടുത്തു. ആദരിക്കുക. നമുക്കറിയാം, നമ്മുടെ മനസ്സിറപ്പ് കാണുന്നത്. അതിഥി വരുമ്പോഴേക്കും വിഷമിച്ച് പ്രയാസപ്പെട്ട് ടെൻഷൻ അടിക്കലല്ല, ഇതെനിക്ക് കൂലി കിട്ടാനുള്ള ഒരു അവസരമാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. പലപ്പോഴും ആകെ പ്രശ്നമാണ്. വീട്ടിലാണെങ്കിൽ അതിഥി വന്നാൽ അടുക്കളയിൽ ആഭ്യന്തര യുദ്ധമാണ്. എന്താണ് കണ്ടത്, എപ്പോഴാണ് കൊണ്ടുവരാൻ കണ്ടത്, അതൊന്നും വേണ്ട. അവരെയും പഠിപ്പിച്ചു കൊടുക്കണം. അതിഥി എപ്പോഴും വരാം. അങ്ങനെ വന്നാൽ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ആ അതിഥിയെ ആദരിക്കണം. ഒരാൾ വീട്ടിലേക്ക് സലാം പറഞ്ഞ് കയറിയാൽ നമുക്കതൊരു പരീക്ഷണമാണ്. അയാളെ സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുക എന്നത്, എത്ര നമ്മളെ എതിർക്കുന്നവനാണെങ്കിലും നമുക്ക് എത്ര വിഷമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലാ വന്നത്, നമ്മുടെ റബ്ബ് നമുക്ക് അധികാരം നൽകിയ വീട്ടിലേക്ക് ഒരാൾ വന്നാൽ അവിടെ നമുക്കൊരു ബാധ്യതയുണ്ട്. വെള്ളം കുടിച്ചോ എന്ന് പോലും പലരും ചോദിക്കാൻ മറന്നു പോകാറുണ്ട്. പച്ചവെള്ളം ദാഹിച്ചു നിൽക്കുമ്പോൾ ആഗ്രഹിച്ചു, പക്ഷെ ചോദിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഇരിക്കാൻ പറഞ്ഞൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ തന്നെ തണുത്തു. അങ്ങനെ അയൽവാസി ആദരിക്കണം. വീണ്ടും നമ്മുടെ ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ആവർത്തിച്ചു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറാ.
അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നല്ലത് പറയട്ടെ, ഔ ലിയസ്മുത്, അല്ലെങ്കിൽ ഒന്ന് മിണ്ടാതിരിക്കുക. സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആരെ പ്രത്യേകതയാ? അള്ളാഹുവിലും പരലോകത്തിലും എനിക്കും നിങ്ങൾക്കും വിശ്വാസമുണ്ടോ? ഈ 3 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. 3 ചോദ്യത്തിന്. ഒന്ന്, അയൽവാസിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ അവസ്ഥ എന്താണ്? നമ്മുടെ വീട്ടുകാരുടെ, നമ്മുടെ അഹലുകാരുടെ അവസ്ഥ എന്താണ്? 2, അതിഥികളെ ആദരിക്കുന്ന വിഷയത്തിൽ. 3, നമ്മുടെ സംസാരം അത് നന്നാവണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനകൾ പാലിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഭാഗ്യവാന്മാരുടെ, ഭാഗ്യവതികളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന, അടുത്ത ദിവസങ്ങളിലൊക്കെ പല ടെസ്റ്റുകൾക്കും മറ്റും വിധേയരാകേണ്ട പലരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും വിഷയത്തിൽ ഏറ്റവും ഹൈറായിട്ട് അവർക്ക് നൽകുമാറാകട്ടെ. താങ്ങാനാകാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സ്വാലിഹീങ്ങളായ സന്താനങ്ങളെയും ഇണകളെയും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين.